യെസ് മക്കളെ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യാടാ. വീഡിയോ ഫ്രീ തരും ക്ലാസ്സിലേക്ക് വീഡിയോ ഓൺ ചെയ്യാം. യെസ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വിലിബ്രിയവും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിന്റെ 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ തിയറി പോർഷൻസ് ഒക്കെ കംപ്ലീറ്റഡ് ആണ്. കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ യെസ് അപ്പോൾ വേഗം തന്നെ നോട്ട്ബുക്ക് എടുത്ത് ഫ്രണ്ടിൽ വയ്ക്കാം. യെസ് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. പ്രോബ്ലം എഴുതിക്കോട്ടെ എല്ലാവരും. പ്രോബ്ലം എഴുതാം. പ്രോബ്ലം എഴുതിക്കോളൂ. At a certain temperature, at a certain temperature, at a certain temperature and total pressure at a certain temperature and total pressure of 10 raised to 5 Pascal PA, 10 raised to 5 PA, 10 raised to 5 PA. Iodine vapor contains 40% by volume of 1 atom. I2 gives തെളിയുന്നില്ല. gives 2I calculate Kp for the equilibrium. Kp for the equilibrium. Problem വായിച്ചു നോക്കാം. Problem repeat ചെയ്യണം ഞാൻ. At a certain temperature and total pressure of 10 raised to 5 PA, 10 raised to 5 PA, 10 raised to 5 PA. Iodine vapor contains 40% by volume of 1 atoms. Ig gives 2I. Calculate the Kp for the equilibrium. മക്കളെ വേഗം ഒന്ന് പ്രോബ്ലം ചെയ്ത് നോക്കിയാ സെൽഫായിട്ട്.
വേഗം 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 ചെയ്ത് നോക്കാം കേട്ടോ. യെസ്, എടാ ആൻസർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് വേഗം. യെസ്, നമ്മൾ ആൻസറിലേക്ക് പോകാം കേട്ടോ. പാർഷ്യൽ പ്രഷർ ഓഫ് വൺ ആറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, P1 is equal to നമുക്ക് എന്ത് ടോടാ ഈക്വൽ ടു ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വേപ്പർ പ്രഷർ അല്ലേ, 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു പി ടോട്ടൽ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ടോടാ 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു പി ടോട്ടൽ നമുക്കറിയാം എത്ര നമുക്ക് പറയുന്നത് 10⁵ അല്ലേ, ഈക്വൽ ടു എത്ര നോക്കിയാൽ ആൻസർ കേട്ടോ. എന്തോ ഒരു സെറ്റിങ്സിൽ എന്തോ ചേഞ്ച് ഉണ്ട്. കിട്ടിയോ നിങ്ങൾക്ക് ആൻസർ? മക്കളെ ആൻസർ ഒന്ന് ഹാൻഡ് റൈസ് തരണം. കിട്ടിയ ആൻസർ ന്യൂട്ടാണോ? എടാ സാർ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ പറയുന്നത്? ഇതിന്റെ ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 10⁵. അത് കിട്ടിയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എത്ര കിട്ടിയ ആൻസർ? എത്ര കിട്ടിയ ആൻസർ? യെസ്, 4 ഇൻറ്റു 10⁴. യൂണിറ്റ് പറഞ്ഞ മോനെ പി. ഓക്കെ, എത്ര ആൻസർ കിട്ടിയടാ? 410⁴. കിട്ടിയോ? കിട്ടി. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. യെസ് സാർ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തോളൂ. എന്താ തന്നെ തന്നെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. എനിക്ക് ബാക്കിയുള്ള കുട്ടികളൊക്കെ എക്സാം കഴിയുന്നു കെമിസ്ട്രി സ്കൂളിൽ. യെസ്, നോക്കുമ്പോളെ വാട്ട് ഈസ് Kc? What is Kc? What is Kc for the following equilibrium? For the following equilibrium, when the equilibrium concentration when the equilibrium concentration of each substance concentration of SO2 equal to 0.60, then concentration of O2 equal to 0.25,
0.82. Then concentration of SO3 equal to 1.90. To SO2 plus O2 gives to SO3. Question വായിച്ചു നോക്കുക. കേസ് കണ്ടെത്താം കേട്ടോ. ഓക്കെ, യെസ്, പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് KC ഫോർ ദ ഫോളോയിങ് ഇക്വിലിബ്രിയം when the equilibrium concentrations of each, അതായത് നമുക്ക് ഒരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ആ ഇക്വിലിബ്രിയത്തിന്റെ ഓരോന്നിന്റെയും കോൺസെൻട്രേഷൻ തന്നിട്ട് നോക്കാം. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് SO2ന്റെ കോൺസെൻട്രേഷൻ ഓഫ് SO2 എന്ന് പറയുന്നത് 0.60 മോളാർ ആണ്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് പറയുന്നത് 0.82 മോളാർ ആണ്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് SO3 എന്ന് പറയുമ്പോൾ 1.90 മോളാർ ആണ് അല്ലേ. ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട് മക്കളെ. നമുക്ക് എന്താ പറയുന്നത് 2SO2 plus O2 gives 2SO3 അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടെത്തണം, നമുക്ക് KCയുടെ വാല്യൂ കണ്ടെത്താം. ഓക്കെ, KC ഈക്വൽ ടു സാർ ഉള്ളപ്പോൾ സാർ KC ഈക്വൽ ടു പ്ലെവിൻ ഗുഡ് ഈവനിങ്. yes മോനെ പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞാടാ. KC ഈക്വൽ ടു concentration of SO3 ഇക്വേഷൻ പറഞ്ഞാ മതി. ഇക്വേഷൻ പറയടാ. C concentration of C raised to C. C raised to C concentration of D raised to D divided by concentration of A raised to A B raised to B. concentration of B raised to B. അപ്പൊ അപ്ലൈ ചെയ്തോടേക്ക് ഇക്വേഷനിലേക്ക് വാല്യൂ സപ്ലൈ സാർ അടുത്തപ്പോഴല്ലോ ദേവാങ്കന പറഞ്ഞ മോനെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താ വാല്യൂസ് എന്തോ അല്ല ഇക്വേഷൻസ് പറയും ഇതിന്റെ SO3 കോഎഫിഷ്യന്റ് എവിടെ two. Okay, divide by concentration of SO coefficient 2 concentration of O2 ഇല്ലേ. ഇനി വാല്യൂസ് കൊടുത്തോ. equal to 1.90 1.90 raised to 2 divided by 0.60. അല്ലടാ മോൾ റേസ്റ്റ് കൊടുക്കണ്ടേ. അപ്പൊ നമുക്ക് മോളെ കോൺസെൻട്രേഷൻ അല്ലേ ബ്രാക്കറ്റ് ആയില്ലേ. അപ്പൊ മോൾ റേസ്റ്റ് ടു divided by 0.60 raised to 2 0.8 ഇനി 2 അല്ല 3 ആണ് വരിക. രണ്ടെണ്ണമില്ല നമുക്ക് 3. ഇനി പറഞ്ഞ ആൻസർ റെഡിയാടാ. വേഗം ചെയ്യ് സാറിന് കേൾക്കല്ലേ പറയുന്നത് കേട്ടോ. അവനോട് ചോദിക്കണം കേട്ടോ. ഓക്കെ സാർ ആൻസർ കിട്ടിയോടാ. സാർ ചേച്ചിനെ പോയി സാർ അല്ല നിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞോ. വീട്ടിലെന്തായിരുന്നു വിശേഷങ്ങള്? വീട്ടിലെന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ഉച്ചക്ക് എന്തായിരുന്നു? എന്തോരം കഴിച്ച്? ആൻസർ പറയടാ. 12.43
2 to 8. 2 ആണോ 3 ആണോ കിട്ടിയത്? 2 to 8. ആർ ഷുവർ? Sure. ശരിക്കും എനിക്ക് 2 3 9 ആണ് ഇട്ടിരിക്കുന്നത്. അത് തെറ്റാണോ? അതെനിക്ക് തെറ്റാൻ പാടില്ല. അപ്പൊ റൗണ്ട് ഫിഗർ എടുത്തോട്ടെ. 2 3 ഓക്കെ -1 കേട്ടാ. കിട്ടിയോ? യെസ്. മക്കളെ എത്ര ക്യാൻസർ കിട്ടിയാടാ? സാർ അവിടെ ഒരു എന്താ ഘനശ്യാം ഇരിക്കുന്നുണ്ടോ അവിടെ? ഘനശ്യാം അവിടെ വെറുതെ ഇരിക്കാന്ന് തോന്നുന്നു. ഒന്ന് വെക്കിയ ഘനശ്യാം ചെയ്ത് കഴിഞ്ഞാടാ? പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാ? എപ്പ ചെയ്യും? അത് ചെയ്യും. എന്താ ചെവിയില് മുറിവുണ്ടാകുന്ന നോക്കിയിരിക്കായിരുന്നോ? ഗണശ്യാമേ ആയിക്കോട്ടെ, വേഗം ചെയ്യട്ടെ പ്രോബ്ലം കേട്ടോ. യെസ്. എടാ എത്ര പേര് ചെയ്തോ സെൽഫായിട്ട്? ചെയ്തവരൊക്കെ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞവരൊക്കെ അവിടെ കൈ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് അറിയണേ കൈ നോക്കിയിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായോ? ഓപ്ഷൻ ക്ലിക്ക് കേട്ടാ. യെസ്. ക്രിസ് പ്രോബ്ലം ചെയ്താളാ? കാണിച്ചെന്ന് ആൻസർ എവിടെ? ഓ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആൻസർ. പകർത്തിരുത്തോ അല്ലേ? അതാണ് പരിപാടി. സത്യം പറഞ്ഞ തന്നെ പരിപാടിക്ക് മനസ്സിലായി. വേഗം പകർത്തിയെടുക്ക്. വേഗാവട്ടെ. ആൻസറിലേക്ക് പോയി. ആൻസർ എഴുതിയാ? ഫൈനൽ ആൻസർ? ഓക്കെ. യെസ്. എടാ എത്ര പേര് സെൽഫായിട്ട് പ്രോബ്ലം ചെയ്തടാ? സെൽഫായിട്ട് എത്ര പേര് പ്രോബ്ലം ചെയ്ത് കാണട്ടെ. സെൽഫായിട്ട് എത്ര പേര് പ്രോബ്ലം ചെയ്തു? മോനെ ഇങ്ങനെ കൈ വിട്ട് കാര്യമില്ലടാ. ഹാൻഡ് റൈസ് ചെയ്യാം. അവിടെ ഓപ്ഷൻസ് ഉണ്ട് അവിടെ നിങ്ങൾക്ക്. യെസ്. വളരെ കുറച്ച് പേരല്ലേ? അടിപൊളി. യെസ്. അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ചെയ്തോളൂ കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ മറക്കല്ലേ. യെസ്. അപ്പം അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാൻ സാർ നമുക്ക്. യെസ്. ശ്രദ്ധ, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യും. സ്ലൈഡ് അയച്ചിരുന്നില്ലേ? സ്ലൈഡ് എടുക്കോ? പ്രോബ്ലം വെച്ച് അടിൽ പേജ് നമ്പർ 6. നെക്സ്റ്റ് പ്രോബ്ലം വരുന്നുണ്ട്. വേഗാവട്ടെ. ചാപ്റ്റർ മനസ്സിലായത്? രണ്ട് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തെർമോഡൈനാമിക്സ് ആണ് കേട്ടോ. ഇത് തെർമോഡൈനാമിക്സ് ആണ്. വേഗം പ്രോബ്ലം നോക്കിക്കോ. പ്രോബ്ലം എഴുതിയെടുത്തോ. സോറി അല്ലേ മക്കളെ? സോറി കേട്ടോ. ഇത് ഇക്ലൂബ്രിയത്തിലാണ്. തെർമോഡൈനാമിക്സ് അല്ല, ഇക്ലൂബ്രിയം കേട്ടോ. കാരണം KSP അല്ലേ. തെർമോഡൈനാമിക്സിലല്ല, ഇക്ലൂബ്രിയം കേട്ടോ. വേഗാവട്ടെ. Value of KSP for two sparingly soluble salt, nickel hydroxide and silver cyanide are 2 into 10 raised to -5 and 6 into 10 raised to -7 respectively. Calculate their solubilities and identity of salt. Identify the salt which is more soluble.
which is more soluble. Yes. കിട്ടിയോ? വേഗം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. The value of KSP for two sparingly, അതായത് partially ട്ടാ, soluble salt, nickel hydroxide and silver cyanide are 2 × 10⁻⁵ and 6 × 10⁻⁷, 17 respectively. Calculate their solubilities and identify the salt which is more soluble. എന്താണ് വായ തുറന്നിരിക്കുന്നത്? വേഗാവട്ടെ. വേഗം 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 വേഗം. ഇതിന്റെ ആൻസർ കിട്ടിയോടാ? ആൻസർ കിട്ടിയോ? തലേക്ക് വെച്ചിരിക്കണ്ടല്ലോ. യെസ്, ആൻസർ നമുക്ക് ചെയ്യാലോ അപ്പൊ അല്ലെ? യെസ്, നോക്കാം മക്കളെ. സിൽവർ സ്ഥാനം എടുക്കാം നമുക്ക്. AgCN അല്ലടാ, ഇതാ നമ്മൾ നേരെ AgCNലേക്ക് പോവാണ്. AgCN നേരെ നമുക്ക് എന്തിന്റെ ഡിസോസിയേഷൻ എടുക്കുക നമ്മൾ കേട്ടാ. AgCN ഡിസോസിയേഷൻ ആയിട്ട് മാറും നമുക്ക് Ag പ്ലസും പ്ലസ് CN മൈനസ് ആയിട്ട് മാറും അല്ലെ? യെസ്, അപ്പോ അതിന്റെ എന്താ പറയാ, KSP is equal to എന്ത് വരും നമുക്ക്? Concentration of Ag plus then concentration of CN minus equal to നമുക്ക് അതിന്റെ വാല്യൂ ഉണ്ടായിരുന്നത് എത്ര? അതിന്റെ വാല്യൂ എത്ര നമുക്ക് പറയുന്നത്? AgCന്റെ വാല്യൂ എത്ര നമുക്ക്? 6 × 10⁻⁻17 കേട്ടാ. ഓക്കെ, ദെൻ അങ്ങനെ നമുക്ക് എന്താ പറയാ, NiOH2 അല്ലെ? NiOH2 twice equal to എന്തായിട്ട് പറഞ്ഞു നമുക്ക്? Ni എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് NiOH twice അല്ലേ പറയുന്നത്? അപ്പൊ ഓക്സിഡേഷൻ തരുന്ന നമുക്ക് Ni2 പ്ലസ് അല്ലേ? Ni2 പ്ലസും പ്ലസ് നമുക്ക് എന്തായിട്ട് മാറും? 2OH ആയിട്ട് മാറും അല്ലെ? 2OH ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്തിട്ടോടെ നമുക്ക് കോൺസെൻട്രേഷൻ അതിന്റെ കേസ് പിടിക്കുകയാണെങ്കിൽ എന്താ പറയാ, നമുക്ക് നോക്കിയേ എങ്ങനെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് Ni then 2 plus then concentration of എന്താണ് നമുക്ക്? concentration of OH2 അല്ലേ? മൈനസ് ഉണ്ടെങ്കിൽ മൈനസ് കൊടുക്കാം കേട്ടോ. OH മൈനസ് ഈക്വൽ എത്ര നമുക്ക് ചാർജ്? അതിന്റെ 2 × 10⁻⁵ എത്ര ആയിരിക്കും നമുക്ക്? 10⁻⁻5 അല്ലേ? നോക്കുക ഇവിടെ നമുക്ക് ഇനി ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. ഇനി ബാക്കി ചെയ്തോ. അപ്പൊ അങ്ങനെ ഇത്ര ഞാൻ തന്നിട്ടുണ്ട്. ബാക്കി വേഗം ചെയ്തോ. വേഗം വാങ്ങട്ടെ. വേഗം 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 വേഗം. വേഗം 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 വേഗം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലെറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ്
Ag plus concentration of Ag plus is equal to S1 ആയിട്ട് കൺസിഡർ ചെയ്തു. then Cn minus നമുക്ക് എന്തുണ്ട്, then Cn minus നമുക്ക് എന്ത് ചെയ്യാടാ, concentration of Cn minus നമുക്ക് is equal to S1. okay, then let Ni ഇട്ട് കൊടുക്കാം നമുക്ക്. let Ni concentration of Ni 2 plus നമുക്ക് എന്താ എടുക്കാടാ, S2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ then concentration of OH minus 2 നമുക്ക് എന്താ എടുക്കാം, നമുക്ക് 2S2 ആയിട്ട് എടുത്തുകൂടാ നമുക്ക്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് പോവാം നമ്മൾ കേട്ടോ. S1 square is equal to നമുക്ക് എന്ത് ചെയ്യാം, 6 into 10 raised to നോക്കാം. നമ്മളെടുത്തു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോവേണ്ട, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാം നമുക്ക്. തെളിയുന്നില്ല സാറടാ, ഒന്നും കാണുന്നില്ല. ക്ലിയർ അല്ലല്ലോ. ഇത്ര എഴുതിരുത്തോ നിങ്ങൾ, സാർ വായിച്ചോട്ടെ. യെസ്, പ്രോബ്ലത്തിന്റെ ഇക്വേഷൻ ഒക്കെ മറന്നിട്ടുണ്ട്, അതാണ് എഴുതാൻ ബുദ്ധിമുട്ട് നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ ചാപ്റ്റർ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്. അപ്പൊ ഇക്വേഷൻ ഒക്കെ നോക്കി വരണ്ടേ. ഇപ്പൊ എന്നറിയാം നിങ്ങൾക്ക്, ഞങ്ങളുടെ എക്സാം ഒക്കെ കഴിയാറായിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, എനിക്ക് കെമിസ്ട്രി ഇപ്പൊ വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുക. അതുകൊണ്ടാണ് മിക്കവരുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മിക്കവരെയും കാണാനില്ല ഇവിടെ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നതിന്റെ ബാക്കിയിലേക്ക് പോവാട്ടോ കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ S1ഉം S2ലേക്ക് നമ്മൾ പോവുകയാണ്. S1 സ്ക്വയർ ഈസ് ഈക്വൽ ടു, യെസ് നോക്കുവാം, S1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 into 10 raised to minus 17. then S1 ആണ് is equal to 7.8 into 10 raised to minus 9. then S2 into 2S2 square is equal to 2 into 10 raised to 15 വരും നമുക്ക്. അങ്ങനെയാണെങ്കിൽ S2 is equal to 0.58 into 10 raised to minus 4 വരും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് NiOH twice is more soluble than more soluble than AgCN ആണ്. സിൽവർ നൈറ്റിനേക്കാളും കുറേ കൂടെ സോലബിലിറ്റി കൂടുതലായിരിക്കും ആർക്ക്, നമ്മുടെ NiOH കേട്ടോ. വേഗാവട്ടെ, വേഗം എടുത്തോളൂ. എടാ സെൽഫായിട്ട് എത്ര പേര് ആൻസർ ചെയ്തത്? സെൽഫായിട്ട് ആൻസർ ചെയ്താരെങ്കിലും ഒരാളാ ശരിക്കും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ? ഇല്ല. അടിപൊളി. കുഴപ്പമില്ല, എഴുതിയെടുക്കട്ടെ. യെസ്, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് എഴുതിക്കോളൂ. ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ്, നെക്സ്റ്റ് പ്രോബ്ലം എഴുതാം.
find out the value of Kc, find out the value of Kc for each of the following equilibrium. For each of the following equilibrium from the value of Kp, from the value of Kp. I repeat the problem. Find out the value of Kc, find out the value of Kc for each of the following equilibria from the value of Kp. I'll first one 2 NaCl gives 2No plus Cl2, Kp value 1.8 into 10 raised to minus 2 at 500 Kelvin. Second one, CaCO3 gives CaO plus CO2, Kp is equal to 167 at 1073 Kelvin. മക്കളെ വേഗം പ്രോബ്ലം വായിച്ചു നോക്കുക. ഫൈൻഡ് ഔട്ട് ആൻസർ ഫൈൻഡ് ഔട്ട്. അതായത് ഗീവൺ അതായത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ് എന്താ പറയാ എടുത്ത് എഴുതിക്കോളൂ കേട്ടോ. എന്തൊക്കെ നോക്കുക, പ്രോബ്ലം വായിച്ചു നോക്കുക, ആൻസറിലേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ. വേഗം ഡു ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ മ്യൂട്ട് ചെയ്ത്
അഡ്മിറ്റ് ചെയ്തോ മക്കളെ? യെസ്, എടാ ആൻസറിലേക്ക് പോകാം നമുക്ക് അല്ലെ. യെസ്, ആൻസറിലേക്ക് പോകാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം എന്താ പറയുക, കെ പിയും കേസും റിലേഷൻ അറിയില്ലേ? കെ പിയും റിലേഷൻ അനുസരിച്ചുകൊണ്ട് എന്താ പറയുക, നമുക്ക് കെ പി ഈക്വൽ ടു എന്താ കെ സി ദെൻ ആർ ടി ദെൻ റേഷ്യോ ഡെൽറ്റ എൻ അല്ലേ? റേസ് ടു ഡെൽറ്റ എൻ അല്ലേ വരും നമുക്ക്. ഇതല്ലേ എന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്കറിയാം എന്താ പറയാ, കെ പി ഈക്വൽ ടു കെ സി ആർ ടി ഡെൽറ്റ എൻ അല്ലേ. ഡെൽറ്റ എൻ എന്താ നമുക്കറിയാം. എന്താ ഡെൽറ്റ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ്, അതായത് എന്താ പറയാ, റിയാക്ടന്റെയും പ്രൊഡക്റ്റ് നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് എടുക്കണം. നമുക്ക് ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു എന്താ പറയാ, നമുക്ക് ഫസ്റ്റിൽ പ്രൊഡക്റ്റിലും 3 - 2 അല്ലേ മോൾസ് വരുന്നത്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1 കിട്ടും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കൊടുത്ത ആർ അറിയാം. ആറിന്റെ വില എത്ര മക്കളെ? ആർ ഈസ് ഈക്വൽ ടു പറഞ്ഞോ 0.0831 അല്ലേ. യെസ്, അത് കിട്ടി നമുക്ക്. ടെമ്പറേച്ചർ നമുക്കറിയാം. ഫസ്റ്റത്തെ എത്ര ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ 500 കെൽവിൻ ആണ്. ഈസ് ഈക്വൽ ടു 500 കെൽവിൻ ടെമ്പറേച്ചർ വരുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ എത്ര എഴുതിരുന്ന വേഗം? യെസ്, വേഗം ആവട്ടെ. ബാക്കി കിട്ടിയാ? ബാക്കി പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് റൈസ് ചെയ്തടാ. സർ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകും. അങ്ങനെ കെ പി സി ഈക്വൽ ടു നമുക്കറിയാം. കെ പി സി ഈക്വൽ ടു എത്ര? നമുക്ക് 1.8 × 10⁻12 വന്നിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അതായത് കെ പി ഈക്വൽ ടു കെ സി എന്താ ആർ ടി ഡെൽറ്റ എൻ അല്ല നമുക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? കെ പിയുടെ വാല്യൂ നമുക്ക് അറിയാം അല്ലെ. കെ പി എത്ര നമുക്ക് വന്നിരിക്കുന്നത്? കെ പിയുടെ വാല്യൂ 1.8 × 10⁻12 അല്ലടാ, സോറി -2 അല്ലേ. -2 ഈക്വൽ ടു കെ സി നമുക്ക് അറിയില്ല. കെ സി ദെൻ ആറിന്റെ വാല്യൂ നമുക്ക് അറിയാം. ആർ എത്ര നമുക്ക് 0.0831 ആണ്. ഇൻറ്റു ടി നമുക്കറിയാം, സോറി ടി നമുക്കറിയാം എത്ര? നമുക്ക് 500 ആണ് ഇരിക്കുന്നത്. ദെൻ ഡെൽറ്റ എൻ നമുക്കറിയാം 1 ആണ് അല്ലേ. അപ്പൊ എന്ത് വരോടാ? അങ്ങനെ നമുക്ക് ദെൻ 1.8 × 10⁻2 ഈക്വൽ ടു കെ സി. ദെൻ നമുക്ക് എന്തെന്നെ വരും? നമുക്ക് കെ സി 0.0831 × 500 വരും നമുക്ക് അല്ലെ. 500. ഓക്കെ, അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ദെൻ പതുക്കെ കേസിന്റെ അടുത്ത് പുറത്തേക്ക് ഇടാം അല്ലെ. കേസ് ഇസ് ഈക്വൽ ടു കെ സി ഇവിടെ എന്താ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലെ. യെസ്, എന്തായിട്ട് മാറും? ഡിവിഷൻ ആയിട്ട് മാറും നമുക്ക് കേട്ടോ. അപ്പൊ എന്ത് വരും നമുക്ക്? കേസ് ഇസ് ഈക്വൽ ടു 1. എന്താ കെ പി പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ എന്തായിട്ട് നമുക്ക് 1.8 × 10⁻2 ഡിവൈഡഡ് ബൈ 0. കാണുന്നില്ല മക്കളെ? കാണുന്നില്ല. യെസ്, എന്ത് വരും നമുക്ക് അവിടെ? 0.0831 × 500 അല്ലേടാ. × 500 വരും നമുക്ക്. യെസ്, ആൻസർ എത്ര വന്നു മക്കളെ? ലാസ്റ്റ് ഫൈനൽ ആൻസർ എത്ര വന്നടാ? ഫൈനൽ ആൻസർ എത്ര വന്നു? കിട്ടിയില്ലേ? ഞാൻ പഠിച്ചെഴു നോക്കിയിരിക്കണല്ലേ. ഇക്വേഷൻ ഒക്കെ തന്നിട്ട് നന്നായിട്ടുണ്ട്. എത്ര കിട്ടിയ ആൻസർ? എത്ര വന്നു ആൻസർ? പ്രകീർത്തന ചെയ്ത പ്രോബ്ലം വേഗം ചെയ്യുന്ന. ആൻസർ വന്നോ? സിയാന ആൻസർ കിട്ടിയോടാ? സാറ് ഞാൻ പകർത്തിക്കൊണ്ടിരിക്കണോ അല്ലേ ഇപ്പൊ അല്ലേ? ഇതിന് പകർത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൻസറിലേക്ക് പോകും. അതാണല്ലേ സിയാനെ? എനിക്ക് മനസ്സിലായി. യെസ്, അഭിനവേ ആൻസർ കിട്ടിയോ?
അഭിനവ് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞത്. അഭിനവേ ആൻസർ കിട്ടിയോടാ? ഇത് പകർത്തെടുക്കണല്ലോ അല്ലേ? അല്ലേ? അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലായി. വേഗം ആയിക്കോട്ടെ, വേഗം ആയിക്കോട്ടെ, വേഗം പകർത്തെടുത്തോ, വേഗം. ആർക്ക് ആൻസർ അടിക്കാൻ സാർ? അപ്പൊ ഒരാൾ കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ ഹാൻഡ് റൈസ് ഉണ്ടായിരുന്നല്ലോ. ഇഷ, ഇഷക്ക് ആൻസർ വന്നോടാ? ഇഷല്ല അത്. ഇഷ ആൻസർ കിട്ടിയോ? 0. into 10⁻⁻²? 0.03 വരില്ല. ആൻസർ വരില്ലല്ലോ, റോങ് ആൻസർ ആണത്. റോങ് ആണ്, എന്താ മിസ്റ്റേക്ക് ഉണ്ട്? ശിശിരക്ക് എത്ര കിട്ടിയടാ? 4.33 into 10⁻⁻4 അല്ലേ എന്നിരിക്കുന്നത്? -4 കേട്ടോ. യെസ്, ആ കറക്റ്റ് ആണ്. 4.33 into 10⁻⁻4 കേട്ടോ ആൻസർ കേട്ടോ. യെസ്, വേഗാവട്ടെ. എന്ത് സുഖമാണല്ലേ സാറിങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് പിന്നെ പകർത്തെടുക്കാനായിട്ട്. നല്ല രസമുള്ള പരിപാടി അല്ലേ അനുഗ്രഹ? നല്ല രസമുള്ള പരിപാടിയാണല്ലോ ഇതല്ലേ? ആ ഇത് തോന്നുന്നുണ്ട്. വേഗാവട്ടെ. 4.33 into 10⁻⁻4 കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ഫസ്റ്റത്തെ ആളുടെ വാല്യൂ കണ്ടെത്തി അല്ലെ, KC കണ്ടെത്തി. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ എന്താ CaCO3 ഉണ്ടല്ലേ, അതുകൊണ്ട് ചെയ്യണം നമുക്ക്. ഓക്കെ, അതിലേക്ക് പോവാം. ഇത് സാർ വായിച്ചോട്ടെ, ഇത് ക്ലിയർ ചെയ്തോട്ടെ. ഇത് കോപ്പി ചെയ്ത് കഴിഞ്ഞോ? എല്ലാവരും കോപ്പി ചെയ്ത് കഴിഞ്ഞ ഡാറ്റ എന്താടാ? ശരിക്കും സത്യമല്ല പറഞ്ഞത്, നിങ്ങൾ കോപ്പി ചെയ്യല്ലേ ചെയ്യുന്നത്. വളരെ വളരെ 1-2 പേര് മാത്രമേ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. ബാക്കിയുള്ളവർ ഞാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കൂ. 1-2 പേര് മാത്രമേ സെൽഫായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുള്ളൂ. ബാക്കി കോപ്പി ചെയ്യുന്നല്ല ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. യെസ്, അപ്പൊ ഞാൻ വായിക്കണേ. യെസ്, രണ്ടാമത്തിലേക്ക് നമ്മൾ പോവാം. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ പ്രോബ്ലം മീൻസ് രണ്ടാമത്തെ CaCO3 എന്തായിട്ട് പറയാം? നമുക്ക് CaOയും കാൽഷ്യം ഓക്സൈഡും പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് CO2 അല്ലെ. യെസ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ എന്താ കണ്ടെത്തേണ്ടത്? കേസിലേക്ക് പോകണം അല്ലെ. അപ്പൊ കേസിലേക്ക് പോകണമെങ്കിൽ അതിന്റെ റിലേഷൻ നമുക്കറിയാം. Kp = Kc into RT⁻⁴ അല്ലെ. ഇക്വേഷൻ എപ്പോഴും നോക്കി വെച്ചോ കേട്ടോ. സർ, വാട്ട് വിൽ ബി ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ? ഇവിടുത്തെ മക്കളെ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് ആറിന്റെ വാല്യൂ 0.0831 ആണ് ട്ടാ. 0. ഓക്കെ, മാറിപ്പോകരുത്. കാരണം നമ്മുടെ എന്താ പറയാ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റും ഇതിന്റെയും വാല്യൂസിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ. മറ്റേത് 8.314 ആണ്. യെസ്, അടുത്തിലേക്ക് നമ്മൾ പോവേണ്ട. നെക്സ്റ്റിലേക്ക് വരാം. നമുക്ക് നെക്സ്റ്റ് കൂടെ ΔN കണ്ടുപിടിക്കാം നമുക്ക് അല്ലെ. ΔN = ഇവിടെ നമുക്ക് എന്താടാ? പ്രൊഡക്റ്റിൽ നോക്കിയേ. പ്രൊഡക്റ്റിൽ നമുക്ക് മോൾ റേസ് ടു എത്ര ആണ് നോക്കാം നമുക്ക്. പ്രൊഡക്റ്റിൽ 1 2 മോൾ അല്ലേ. അപ്പൊ 2 - 1 = നമുക്ക് എത്ര നമുക്ക് 1 വന്നു അല്ലേ. 1 എഴുതിക്കോളും നമ്മൾ. അടുത്തത് നമുക്ക് വേണ്ടത് ആറിന്റെ വാല്യൂ നമുക്കറിയാം. R = എത്ര ഉണ്ട് നമുക്ക് അവിടെ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞത്? യെസ്, നോക്കാം. 0.0831 അല്ലേ. T നമുക്കറിയാം. ടിയുടെ വാല്യൂ എത്ര നമുക്ക്? ടിയുടെ വാല്യൂ T = 1073 അല്ലേ. 1073 ആണ്. Kp നമുക്കറിയാം. Kp = എന്താ 167 ആണ് അല്ലേ. Kp = 167 ആണ്. അങ്ങനെയാണെങ്കിൽ Kp = Kc RT ΔN അല്ലേ മക്കളെ. അവിടെ നമുക്ക് എന്തുണ്ട് നോക്കാം. അങ്ങനെ നമുക്ക് എന്തുണ്ട് വാല്യൂ സപ്ലൈ ചെയ്യാം. Kpയുടെ വാല്യൂ നമുക്കറിയാം. Kp എത്ര നമുക്ക്? Kp എന്ന് പറയുന്നത് 167 അല്ലേ. യെസ്, 167 = Kc നമുക്കറിയില്ല. Kc
ദെൻ ബ്രാക്കറ്റിൽ ആറിൻ്റെ വാല്യൂ എത്ര നമുക്ക് പറഞ്ഞിരിക്കുന്നത് 0.0831 ഇൻറ്റു ദെൻ ടി എത്ര നമുക്ക് പറഞ്ഞിരിക്കുന്നത് അവിടെ 1073 അല്ലേ റേസ് ടു ഡെൽറ്റ എൻ 1 ആണ്. ദെൻ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം കേസിനെ പതുക്കെ എടുത്ത് പുറത്തേക്ക് അല്ലേ കേസ് ഈസ് ഈക്വൽ ടു എത്ര വരും നമുക്ക് ദെൻ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും അല്ലേ അപ്പോൾ 167 ഡിവൈഡഡ് ബൈ 0.831 ഇൻറ്റു 1073 ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടിയടാ കിട്ടിയോ ആൻസർ കിട്ടിയോ രണ്ടുപേർക്കല്ലേ ചെയ്യട്ടെ സാർ വരുന്നു വേഗാവട്ടെ ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി ചെയ്തോളൂ സ്വന്തമായിട്ട് കേട്ടോ വേഗാവട്ടെ മ്യൂട്ട് ചെയ്യോ എത്ര പ്രോബ്ലം ഉണ്ട് നമുക്ക് വേഗമാവട്ടെ രണ്ടുപേർക്ക് ആൻസർ കിട്ടിയൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കേട്ടോ മക്കളെ ആൻസർ കിട്ടിയവരൊക്കെ വേഗം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താ യെസ് ഏബലിന് ആൻസർ കിട്ടിയോ കിട്ടി ടൈപ്പ് ചെയ്ത് അയച്ചോ ആൻസർ കിട്ടിയവരൊക്കെ ടൈപ്പ് ചെയ്ത് അയച്ചോ കേട്ടോ കണ്ടുണ്ടോ എൻ്റെ ആൻസർ യെസ് മക്കൾ ആൻസറിലേക്ക് നമ്മൾ പോവാണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 1.87 കിട്ടിയോ ആൻസർ കിട്ടിയോ യെസ് 1.87 കേട്ടോ 1.87 അതിരുന്ന് കുത്തിക്കൂട്ടി സമയം വേസ്റ്റ് ചെയ്യേണ്ട വേഗത എഴുതിരുത്ത് 1.87 വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ഒക്കെ നിൽക്കുന്ന പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിലേക്ക് എന്ത് ചെയ്താൽ മതി വാല്യൂസിന് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മൾട്ടിപ്ലിക്കേഷൻ ഓക്കെ അത് ചെയ്താൽ മതി അത് വളരെ മോശമല്ല ടീച്ചറാ കാണിക്കാൻ പോകുന്നത് ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നു മോശം പരിപാടിയല്ല അത് ചുളുവില് ചോക്ലേറ്റ്സ് കഴിക്കാൻ പോകുന്നത് അത് എന്റെ മുഖത്ത് നോക്കിയിട്ട് മോശമായി പോയി ദിസ് ഇസ് ടു മച്ച് ഓക്കെ അടുത്ത പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവേണ്ട മക്കളെ അപ്പൊ അടുത്ത പ്രോബ്ലം എഴുതിക്കോളൂ എടാ ഇനി അടുത്ത പ്രോബ്ലത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരില്ല സ്വന്തമായിട്ട് എനിക്ക് പ്രോബ്ലം ചെയ്ത് തരണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്തോളൂ സർ അടുത്ത പ്രോബ്ലം ഓക്കെ at 450 Kelvin at 450 Kelvin Kp equal to 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 2.0 into 10 raised to 10 bar for the given reaction at equilibrium
2SO2 plus O2 gives 2SO3. What is the Kc? What is the Kc at this temperature? At this temperature. വേഗം ആയിക്കോട്ടെ, പ്രോബ്ലം വായിച്ചു നോക്കാം. At 450 Kelvin, Kp is equal to 2.2 into 10 raised to 10 bar for the given reaction at equilibrium. Reaction ആയിരിക്കുന്ന നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2SO2 plus O2 gives 2SO3. What is Kc at this temperature? What is Kc at this temperature? What is Kc at this temperature? Sir, sir. Androgen. ഗുഡ് ഈവനിങ് മോനെ. പറഞ്ഞോടാ. ഇവിടുത്തെ ഡെൽറ്റ ഇക്വേഷൻ എന്ന് പറഞ്ഞ മോനെ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും നമുക്ക്? പോട്ടെ, ഗീവൺ വാല്യൂസ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് അല്ലെ. ഇവിടുത്തെ ഡെൽറ്റ എൻ എന്ന് പറഞ്ഞടാ. ഡെൽറ്റ എൻ ഈസ് ഈക്വൽ ടു, ഒരു മിനിറ്റ്, delta n is equal to product minus reactant അല്ലേ? product number of moles എത്രയാണ്? 2. reactant ഓ 3. അപ്പൊ എത്ര വരും നമുക്ക് ആൻസർ? -1. okay, then temperature yes equal to 450 Kelvin. yes, ഇതിനടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ആറിന്റെ വാല്യൂ 0.0831 അല്ലെ? യെസ്. ഇനി ഇവിടെ Kp കണ്ടിട്ടുണ്ടോ നമുക്ക്? Kp ഇല്ലേ? Kpയുടെ വാല്യൂ Kp is equal to 2 into 10 raised to 10 അല്ലേ? യെസ്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ എഴുതി കൂടാ. ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക്? കുഴപ്പമില്ല, ഇക്വേഷൻ നമുക്ക് അടുത്ത വയ്ക്കാം. അടുത്ത വയ്ക്കും. സിയാനെ യെസ് മോൻ ഇക്വേഷൻ പറഞ്ഞോടാ. Kp is equal to Kc into R then RT raised to delta n അല്ലേ? ആണോ? യെസ്. RT is equal to delta n അല്ലേ? യെസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കൂടെ? ആഡ് ചെയ്തൂടെ മനുഷ്യ? വാല്യൂസ് കൊടുത്തൂടെ? Kpയുടെ വാല്യൂ എത്ര നമുക്ക് കുറയ്ക്കുന്നത്? സിയാനെ അവിടെ അൺമ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ശേഷം മ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഈ അൺമ്യൂട്ട് ചെയ്യുന്നവരാരും ഞാൻ പറയാതെ അത് മ്യൂട്ട് ചെയ്യണ്ട. ഓക്കെ, യെസ് പറഞ്ഞോ. 2.0 10 ഈക്വൽ ടു കേസിന്റെ വാല്യൂ അറിയോ? ഇല്ല. കേസ് ഇൻറ്റു 31 1 -1 -1 അല്ലേ വരിക? അതെന്ത് വരും നമുക്ക്? കേസ് ഈക്വൽ ടു
കേസ് ഈക്വൽ ടു കേസിനെ പുറത്തേക്ക് എടുക്കുമ്പോ ഇതിങ്ങോട്ട് വരില്ല, ഇടപ്പുറത്തേക്ക് വരില്ലേ 2 പോയിന്റ്? അത് കേട്ടാ താഴെ വരിക. ഇത് മുകളിലോട്ട് ഇത് കാട്ടിലേക്കല്ലേ വരിക നമുക്ക്? 2.0 into 10 raised to 10 divided by 0.831 into 450 raised to -1 അല്ലേ? ഇനി എന്ത് വരും നമുക്കപ്പോ? എത്ര ആൻസർ? അപ്പൊ ഏം ചെയ് വേഗമാവട്ടെ. ഈസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് സാർ. ഏബല്ലേ നോക്കി, ഏബല്ലേ എത്ര ഒന്ന് ആൻസർ? 74.79 into 10 raised to 10. ഓക്കെ, കിട്ടിയ മക്കൾ ആൻസർ? ശിശിര കറക്റ്റ് ആൻസർ? എത്ര കിട്ടിയ ആൻസർ? തെറ്റി? എത്ര കിട്ടിയ ആൻസർ? എത്ര വന്ന്? സൗണ്ട് ഇല്ല, ഇല്ലടാ കേൾക്കുന്നില്ല പറയുന്നത്. ഓക്കെ, നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 79.79 10 raised to കിട്ടിയില്ലടാ. ഓക്കെ, ആൻസറിലേക്ക് എത്താൻ പറ്റൂ കേട്ടോ. യെസ്, എത്ര പേർക്ക് ആൻസർ കിട്ടിയാണെന്ന് എന്നിട്ട് അറ്റൻഡൻസ് സാറിന്? വളരെ കുറച്ച് പേര് മാത്രം ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇനി പകർത്തിക്കൊണ്ടിരിക്കുക. ഗണേഷ് അവൻ ആൻസർ ഇട്ടിട്ടുണ്ട് അല്ലേ? യെസ്, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം അത് മായ്ക്കാണ്. calculate അല്ലെ a, calculate a delta g and calculate delta g and b the equilibrium constant for the formation of NO2 from NO and O2 at 298 Kelvin. At 298 Kelvin. Okay. പ്രകീർത്തന പ്രോബ്ലം എഴുതിയ മോനെ. പ്രകീർത്തന ഈ പ്രോബ്ലം എഴുതിയ സാർ പറഞ്ഞ എന്താ എഴുതാത്തത്? ഓക്കെ, എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് a delta g naught 290 Kelvin ആവുമ്പോൾ delta g naught കേട്ടോ. and b the equilibrium constant
for the formation of NO2 and NO2 from NO and O2 at 298 Kelvin. At 298 Kelvin. Yes, 298 Kelvin. Equation NO plus half O2, NO plus half O2 gives NO2. Okay, വേഗം എഴുതിക്കോളൂ. യെസ്, നമുക്ക് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് G0 ഈക്വൽ ടു അതിൽ NO2 ഉണ്ട് കേട്ടാ. NO2 ഈക്വൽ ടു 52.0 കിലോ ജൂൾ പെർ മോൾ കേട്ടാ. കിലോ ജൂൾ പെർ മോൾ. Delta formation of G0 NO equal to 87.0 kilojoule per mole. Then delta Fg O2 equal to 0 kilojoule per mole. അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്ത് പോകണം. ഡെൽറ്റ G0 ഈക്വൽ ടു എന്താ നമുക്ക് ഡെൽറ്റ G0 പ്രൊഡക്റ്റ് മൈനസ് ഡെൽറ്റ G0 റിയാക്ടന്റ് അല്ലേ, റിയാക്ടൻസ്. സോ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു 52.0 മൈനസ് 87.0 പ്ലസ് 0 ഈക്വൽ ടു നമുക്ക് എന്ത് വരണം മൈനസ് 35.0 കിലോ ജൂൾ പെർ വേണ്ട ജൂൾ മോൾ റേസ്റ്റ് കൊടുക്കും പെർ വേണ്ട മോൾ റേസ്റ്റ് -1 കേട്ടോ. പോലെ ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു എന്താ RT ലോഗ് കേസ് അല്ലേ മക്കളെ. എന്ത് ചെയ്യാം, കേസിനെ പതുക്കെ എടുത്തിട്ട് RT ലോഗ് കേസ് അല്ലേ. അപ്പോൾ ഡെൽറ്റ G ഈസ് ഈക്വൽ ടു ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു RT ലോഗ് കേസ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ എന്താ മൈനസ് വേണ്ടല്ലേ, മൈനസ് വേണ്ട 2 പോയിന്റ് അല്ലേ 2.303 RT ലോഗ് കേസി കേട്ടോ. ഓക്കെ, RT ലോഗ് കേസി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കേസിനെ പതുക്കെ പുറത്തേക്ക് ഇടാം കേട്ടോ. കേസ് ഈസ് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് അറിയുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക അല്ലേ. കേസ് ഈസ് ഈക്വൽ ടു മൈനസ് 35.0 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ -2. പിന്നെ വാല്യൂസ് കൊടുക്കേണ്ട, നിങ്ങൾ ചെയ്താൽ എനിക്കറിയണം, ഞാൻ ഇതിൻ്റെ ചെയ്തിരണേ. 2.303 ഇൻറ്റു 8.314. ഇവിടുത്തെ ആറിൻ്റെ വാല്യൂ മാറും കേട്ടോ മക്കളെ. ലോഗ് നമ്മുടെ മറ്റേ ഇക്വേഷൻ ആണത്. ഇൻറ്റു 298 അല്ലേ. ഇത് നമുക്ക് ഈക്വൽ ടു എന്ത് വരും, നമുക്ക് 6.134 വരും കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം, കേസ് എടുക്കണം. കേസ് ഈസ് ഈക്വൽ ടു എന്താ ആൻറ്റി ലോഗ് എടുക്കണ്ട നമുക്കപ്പോൾ. ആൻറ്റി ലോഗ് 6.134 അല്ലേ. അതിൻ്റെ ആൻറ്റി ലോഗ് എന്ന് പറയുമ്പോൾ ആൻസർ ഈക്വൽ ടു അതിൻ്റെ ആൻറ്റി ലോഗ് വരുമ്പോൾ എത്രയെന്ന് അറിയാം, 1.36 ഇൻറ്റു 10⁻6 കേട്ടോ.
കിട്ടിയോ ശിശിര? കിട്ടിയിരുന്നോ? കിട്ടി. ഡൗട്ടാണോ? ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. ഡൗട്ട് ക്ലിയർ ചെയ്യാവേ. ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. എക്സാം ക്ലിയർ ചെയ്യാം കേട്ടോ. യെസ് മക്കളെ, അപ്പൊ പ്രോബ്ലംസ് എല്ലാവരും ചെയ്ത് പഠിച്ചോളണം. അതിന്റെ കാര്യത്തിലും ഒരു മറിവുണ്ടാവരുത് പ്രോബ്ലംസിന്റെ കാര്യത്തിൽ കേട്ടോ. അത് മിസ്സാവുകയും ചെയ്ത് പ്രോബ്ലംസ്. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സെക്ഷൻ നമുക്ക് നേരെ ആ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം നമുക്ക് കേട്ടോ. വേറെ റെഡി ആയിക്കോളൂ.